ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു അഡ്വാൻസ് വേറെ പടം ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അഡ്വാൻസ് എന്തായാലും തിരിച്ചു കൊടുക്കില്ല. കാരണം വെച്ചാൽ ആ പടം നടന്നില്ല. ആ സമയത്ത് വേറെ പടം വന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ റോളിൽ കാസ്റ്റ് ചെയ്തു. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ അഡ്വാൻസ് തന്നില്ലായിരുന്നെങ്കിൽ ചില വേറെ ആരും വെച്ചേനെ. അങ്ങനെ നിർമ്മാതാവായി ഇനിയും അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെ 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 തീർച്ചയായും. അങ്ങനെയാണ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. തമാശയാണോ സീരിയസോ? തമാശയാണോ സീരിയസോ? കുറച്ച് കാര്യവും കുറച്ച് തമാശയൊക്കെ ഉണ്ട് അതിനകത്ത്. കൈ കൊടുത്തത് പിന്നെ അർജുൻ സാറിന്റെ പെർഫോമൻസ് ബൈച്ചോട്ടിന്റെ കൂടെ അപ്പോൾ പിന്നെ അതൊരു പൊളി ഒരു സംഭവമായി മാറിയ. അല്ല ബൈച്ചോട്ടിന്റെ ലുക്ക് കണ്ടില്ലേ? ഞാൻ എടുത്ത് ചോദിക്കാം, എന്റെ പേര് പേടിയുണ്ടോ? എനിക്ക് എല്ലാം ആഗ്രഹങ്ങളെ നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് ലുക്ക് കണ്ടില്ലേ ബൈച്ചോട്ടിന്റെ ലുക്ക്? എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു അഡ്വാൻസ് വേറെ പടം ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അഡ്വാൻസ് എന്തായാലും തിരിച്ചു കൊടുക്കില്ല. കാരണം വെച്ചാൽ ആ പടം നടന്നില്ല. ആ സമയത്ത് വേറെ പടം വന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ റോളിൽ കാസ്റ്റ് ചെയ്തു. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ അഡ്വാൻസ് തന്നില്ലായിരുന്നെങ്കിൽ ചില വേറെ ആരും വെച്ചേനെ. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റേ പടം തന്നെ ചെയ്യണമായിരുന്നല്ലോ, ആദ്യം നമ്മൾ നിശ്ചയിച്ച പടം. അങ്ങനെയല്ല, ഇത് ബൈച്ചേട്ടന് വേണ്ടി ഉണ്ടാക്കിയ റോള് തന്നെയാണ്. അല്ല വന്നിട്ട് റോൾ ഉണ്ടായിട്ട് പിന്നെ ബൈച്ചേട്ടനെ കാസ്റ്റ് ചെയ്തല്ല. അല്ല അങ്ങനെയല്ല, കഥയാണ്. അതെ അതെ അല്ല ഫ്രം ദ വെരി ബിഗിനിങ് അങ്ങനെയല്ല, ഫ്രം ദ വെരി ബിഗിനിങ് യു വെയർ ഇൻ ദ അല്ലേ മൈൻഡ് ഉണ്ടായിരുന്നു. അതാണ് അതൊക്കെ എന്തേലും ആവട്ടെ, പടം ഒന്ന് ഓടി കിട്ടിയാണ്. പടം ജനത്തിന് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി പ്രേക്ഷകരുടെ കയ്യിൽ ബാക്കി വിട്ടുകൊടുക്കുക. അത് ആർക്ക് വിട്ടുകൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞില്ല. പ്രേക്ഷകരുടെ കയ്യിലല്ല, ആർക്ക് വേണമെങ്കിലും ആവാം. പ്രേക്ഷകർ തന്നെയാണ് ദൈവം. വിജയിച്ചാലേ വീണ്ടും സിനിമ എടുക്കുള്ളൂ. എനിക്ക് മാത്രമല്ല, മലയാള സിനിമ നിലനിൽക്കണമെങ്കിൽ പ്രൊഡ്യൂസർ ഉണ്ടാവണം. എങ്ങനെയാണ് ഇപ്പോൾ ഒരു സിനിമ എടുത്ത അയാൾക്ക് നഷ്ടം വന്ന അയാൾ പിന്നെ സിനിമ എടുക്കാൻ പറ്റി ആലോചിക്കില്ല. അപ്പൊ ഒന്നുമില്ലെങ്കിൽ നഷ്ടമെങ്കിലും, ലാഭം കിട്ടിയില്ലെങ്കിലും നഷ്ടമെങ്കിലും വരാതിരുന്നാൽ മതി. പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമ കാണുന്നത്, സിനിമ ഇഷ്ടപ്പെട്ട് സിനിമ ചെയ്യാമെന്നതാണ്. സിനിമ നിർമ്മാതാവായി ഇനിയും അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെ 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 തീർച്ചയായും. അങ്ങനെയാണ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. കേട്ടല്ലോ. തമാശയാണോ സീരിയസോ? കുറച്ച് കാര്യവും കുറച്ച് തമാശയൊക്കെ ഉണ്ട് അതിനകത്ത്. കൈ കൊടുത്തേ. No. I need to tell the climax of this movie will be the highlight. It has got the burning problem that இப்போ வந்து சொசைட்டியில் என்ன ஒரு ப்ராப்ளம் நடந்துகிட்ருக்கு, சொசைட்டியில் ஒரு பிரச்சனை இருக்குது, பெரிய அளவுக்கு போயிட்டுருக்கு இல்லையா? ஸோ அது பற்றி தான் the climax. It will look like a thriller, everything, but there is some moral message in the movie. That will be the highlight of the movie, I think. Correct. Okay. Coming back to the same point we left earlier. And Mr. Suresh Peredi, he has done a wonderful. Harish Peredi, he's done a wonderful job. Yes. As an actor. ഒരുപാടൊന്നും ഇല്ലേ സിനിമയിൽ, കുറച്ചേ ഉള്ളൂ, പക്ഷെ ഉള്ളത് തകർപ്പന. So thank you so much.